ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ച് പല്ലൊക്കെ തേച്ച് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. അത് കഴിഞ്ഞ് പഠിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, കുറച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് നയറുമായിട്ട് കുറച്ച് നേരം കളിച്ചു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചപ്പാത്തിയും കറിയും കൂട്ടി കഴിച്ചു. എനിക്കിഷ്ടമാണ് ചപ്പാത്തി. എന്നിട്ട് നെക്സ്റ്റ് ഇംഗ്ലീഷ് പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പാസ്ത ഉണ്ടായിരുന്നു, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്ത ഉണ്ടാക്കി ഞാനൊരു കുറച്ച് വട്ടമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് തന്നെ കഴിക്കാനായിരുന്നു. പിന്നെ ഇപ്പോൾ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവൾക്കും കൂടി കഴിക്കാനുള്ളത് ഉണ്ടാക്കി. ബട്ടർ ഇങ്ങനെ ഉരുകി വന്നപ്പോൾ സ്മൂത്ത് ലൈക്ക് ബട്ടർ, BTSൻ്റെ ഒരു പാട്ട് സ്മൂത്ത് ലൈക്ക് ബട്ടർ, അതുപോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ബട്ടർ ഇങ്ങനെ ഉരുകി വരുന്ന കാണാൻ. എന്നിട്ട് ഞാൻ കുറേ മൈദയൊക്കെ ഇട്ട് അതാകെ കോളാക്കി. പക്ഷെ കുഴപ്പമില്ല, ഞാൻ തന്നെ കഴിച്ചു, അവൾ കുറച്ച് കഴിച്ചുള്ളൂ. എനിക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്, ചീസി പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈവനിങ് ആയപ്പോൾ നല്ല കാറ്റായിരുന്നു പുറത്തൊക്കെ. എന്നിട്ട് നൈറോബിക്ക് ഫുഡും കൊടുത്ത് ഞാൻ പാസ്ത ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് പാസ്തയുടെ ഒപ്പം ഒരു സ്പിരിറ്റഡ് അവേ എന്ന് പറഞ്ഞിട്ടൊരു ജിബ്ലി ആനിയും കണ്ടു. അത് കഴിഞ്ഞ് നൈറോബി ചാടി വന്നു ഉള്ളിലേക്ക്. എത്ര പുറത്തിട്ടാലും എങ്ങനെയെങ്കിലുമൊക്കെ കയറി വരും. പിന്നെ അമ്മ ജാതിക്ക പൊട്ടിക്കാൻ നിൽക്കായിരുന്നു, അപ്പോൾ അതെടുത്ത് കാണിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജിബ്ലി ആനിമൽ കിക്കിയാണ്, ജിജിയാണത്. പിന്നെ പാസ്ത കുഴപ്പമില്ലായിരുന്നു. അമ്മ പറയുന്നത് നല്ല കട്ടിയുള്ള ജാതിക്ക കിട്ടണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാതിക്ക, അതാണ് വേറെ ജാതിക്ക, അങ്ങനെ കുറേ, അതായത് കുറച്ചും കൂടി ഗ്രാംസ് കൂടുതലുള്ള ജാതിക്ക എന്നൊക്കെ പറയുന്നു. പിന്നെ ഞാൻ നൈറോബിയുടെ അടുത്ത് കുറേ ഇരുന്ന് കളിച്ചു. നൈറോബിയാണ് എൻ്റെ മെയിൻ, നൈറോബിയാണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാം എൻ്റെ നൈറോബിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഞാൻ സ്ലൈഡൊക്കെ എടുത്ത് കുത്തി, കുറേ സ്റ്റാർ സ്ലൈഡ്സ് ഞാൻ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കുത്തി. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച പുതിയ ടോപ്പാണത്. ഞങ്ങൾ ഓട്ടോയിലാണ് സിനിമയ്ക്ക് പോയത്. വടക്കാഞ്ചേരിയിലെ ന്യൂരാഗത്തിലാണ്. അവിടെ പോണ വഴി ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്, അപ്പോൾ ഒരു ട്രെയിൻ പോണ കണ്ടു. അത് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് പടം തുടങ്ങി. പക്ഷെ ദൃശ്യം പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൃശ്യത്തെക്കാളും കൂടുതൽ എനിക്ക് ഇമ്പാക്റ്റ് തോന്നി. മീൻസ് നമ്മളെ ടോട്ടലി ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് സാഡാക്കും. അപ്പോൾ എനിക്ക് ആ മൂവി കഴിഞ്ഞ് വന്നിട്ടും എനിക്ക് വല്ലാതെ ഒരു വിഷമവും ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ജേണലൊക്കെ എഴുതാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഈ വിഷമമുള്ള ജേണൽ ഇങ്ങനെ എഴുതാം, അതുകൊണ്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. ഞാൻ എന്നിട്ട് കിടക്കാൻ പോയി. അപ്പോൾ നൈറോബി എൻ്റെ റൂമിൽ തന്നെ ഉണ്ട്, ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഗുഡ് നൈറ്റ്.